ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. നമ്മൾ ഇന്ന് നോക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ തിരിച്ചുവരവാണ്. 2 മാസത്തിലേറെയായി അദ്ദേഹം വിശ്രമ ജീവിതത്തിൽ. മലയാള സിനിമയിലേക്ക് വീണ്ടും ഒരു പുതു എൻട്രിയായി ഗംഭീര ലൈനപ്പോടെ തിരിച്ചു വരാനാണ് മമ്മൂട്ടിയുടെ ഉദ്ദേശം. മികച്ച ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2025 ആദ്യം റിലീസിനെത്തുക കളങ്കാവൽ എന്ന ചിത്രമാണ്. മമ്മൂട്ടി വില്ലൻ വേഷത്തിൽ തകർക്കാൻ പോകുന്ന ചിത്രമാണ് കളങ്കാവൽ. മിക്കവാറും അടുത്ത മാസത്തിലായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുക. അതിനുശേഷം മമ്മൂട്ടിയുടെ വരാൻ പോകുന്ന ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സിനിമാ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ റീ എൻട്രി കാത്തിരിക്കുന്നത് മലയാളത്തിലെ കാലത്തെയും ബിഗ് ബജറ്റ് ചിത്രമാവാൻ പോകുന്ന ബിഗ് MMMN എന്ന മൂവിയാണ്. മോഹൻലാലും മമ്മൂട്ടിയും ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ഒരുക്കുന്ന ബിഗ് ബജറ്റ് മൂവിയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ ഷൂട്ടിംഗ് പൂർണ്ണമായി. ഇന്നലെ അവർ ശ്രീലങ്കയിലേക്ക് യാത്ര തിരിച്ചു. മമ്മൂട്ടി അടുത്ത ആഴ്ച ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടുന്ന പ്രധാന രംഗങ്ങളാണ് ഇനി ചിത്രത്തിൽ ഷൂട്ടിംഗ് ചെയ്യാനുള്ളത്. ഏറെ കാലത്തിനു ശേഷം മലയാളത്തിലെ 2 രാജാക്കന്മാർ ഒന്നിക്കാൻ പോകുന്ന ചിത്രം കൂടിയാണ് ഈ മഹേഷ് നാരായണൻ ചിത്രം. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ആഘോഷിക്കാനുള്ള പല രംഗങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ടാകും. മലയാള സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾക്കായി. എന്തായാലും ഈ ചിത്രം അടുത്ത വർഷമാകും തിയേറ്ററുകളിൽ എത്തുക. അടുത്തതായി ഉണ്ട എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മമ്മൂട്ടി വീണ്ടും ഖാലിദ് റഹ്മാനുമായി കൈകോർക്കുന്നു. ആലപ്പുഴ ജിംഖാന എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാൻ ഒരുക്കുന്നത് മമ്മൂട്ടി ചിത്രമാണെന്നാണ് അണിയറയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. മുന്നേയുള്ള ഉണ്ട എന്ന ചിത്രം പോലെയാകില്ല വരാൻ പോകുന്ന ചിത്രം. ഒരു മാസ് കൊമേഴ്ഷ്യൽ ചിത്രമായിട്ടാകും ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ട എന്ന ചിത്രത്തിന് ശേഷം ഖാലിദ് റഹ്മാനും ട്രാക്ക് മാറ്റി പിടിച്ചിരുന്നു. അതിനുശേഷം 2 മെഗാ ഹിറ്റുകളാണ് അദ്ദേഹത്തിൽ നിന്നും വന്നത്. മമ്മൂട്ടിയും ഖാലിദ് റഹ്മാനും വീണ്ടും കൈകോർക്കുമ്പോൾ മമ്മൂട്ടി ആരാധകരും ഏറെ പ്രതീക്ഷയിലാണ്. അടുത്തതായി മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയം മാറിയ രാജമാണിക്യം എന്ന ചിത്രത്തിന്റെ സംവിധായകനും മമ്മൂട്ടിയും വീണ്ടും കൈകോർക്കാൻ പോകുന്നു എന്ന വാർത്തയാണ്. അൻവർ റഷീദും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് മറ്റൊരു മെഗാ ഹിറ്റ് ചിത്രം ലഭിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മറ്റൊരു രാജമാണിക്യമാവുമോ ഈ ചിത്രം എന്നാണ് മലയാള സിനിമാ പ്രേക്ഷകർ ചോദിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ രാജമാണിക്യം എന്ന ചിത്രത്തെക്കാൾ വലിയ ചിത്രമാകുമോ ഇനി വരാൻ പോകുന്ന അൻവർ റഷീദ് മമ്മൂട്ടി ചിത്രം? കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. രാജമാണിക്യത്തിന് ശേഷം ലഭിച്ച ചിത്രമായിരുന്നു അണ്ണൻ തമ്പി. ആ ചിത്രവും മെഗാ ഹിറ്റായിരുന്നു. മമ്മൂട്ടിയും അൻവർ റഷീദും ഒരുമിക്കുമ്പോൾ മറ്റൊരു ബിഗ് ബജറ്റ് സിനിമ മമ്മൂട്ടിക്ക് വീണ്ടും ലഭിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. എന്നാൽ മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തെ നോക്കിക്കാണുന്നതും. ഒരുപക്ഷെ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമാവാ പോകുന്ന ചിത്രമായിരിക്കാം അൻവർ റഷീദ് ചിത്രം. എന്നാൽ ഈ ചിത്രത്തെ പറ്റി പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ശക്തമായ അഭ്യൂഹം എന്നാൽ ഈ ചിത്രം ഉറപ്പിച്ചു എന്ന തരത്തിൽ തന്നെയാണ്. എന്നാൽ അൻവർ റഷീദ് മമ്മൂട്ടി ചിത്രം അണിയറയിൽ ഇല്ല എന്ന വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഒഫീഷ്യൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അടുത്തതായി മമ്മൂട്ടിയും അമൽ നീരദും ഒന്നിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ അപ്ഡേറ്റുകളാണ്. ഇതും അൻവർ റഷീദ് ചിത്രത്തെ പോലെ തന്നെ ഊഹാപോഹങ്ങളാണ് സോഷ്യൽ മീഡിയയിലും ലഭിക്കുന്നത്. അമൽ നീരദ് പല ചിത്രങ്ങളും മമ്മൂട്ടിയെ വെച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവസാനമായി ഇറങ്ങിയ ഭീഷ്മപർവം എന്ന ചിത്രം തിയേറ്ററുകളിൽ വൻ ഹിറ്റായ ചിത്രമായിരുന്നു. ആ സമയത്ത് തന്നെ ഇരുവരും 3 കഥകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ 2 കഥകൾ ഇനിയും വരാനുണ്ട്. അതിലേതെങ്കിലും ആകാം അടുത്തതായി അമൽ നീരദും മമ്മൂട്ടിയും ഒന്നിക്കുമ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത്. അടുത്തതായി ഒരുങ്ങുന്നത് ബിലാൽ എന്ന ചിത്രമാകും എന്നുള്ള അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ബിലാൽ ഈ വർഷം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കൺഫേം ആയിരിക്കുന്നത്. അതിനിടയിൽ അമൽ നീരദ് അടുത്തതായി ഒരുക്കുന്നത് മോഹൻലാൽ ചിത്രമാണെന്ന അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മോഹൻലാൽ തന്നെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അത് കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് ഇടവച്ചിട്ടുണ്ട്. എന്തായാലും അൻവർ റഷീദിന്റെ ഭാഗത്ത് നിന്നും അമൽ നീരദിന്റെ ഭാഗത്ത് നിന്നും അവരുടെ അടുത്ത ചിത്രങ്ങൾ പറ്റിയുള്ള ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരേണ്ടതുണ്ട്. ഒരുപോലെ കാത്തിരിക്കുക. അൻവർ റഷീദും അമൽ നീരദും ഒരുക്കുന്ന അടുത്ത ചിത്രത്തിൽ ആരാകും നായകൻ? മമ്മൂട്ടിയോ മോഹൻലാലോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ.
മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് മമ്മൂട്ടി നിധി സഹദേവ് ചിത്രം. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണ് മമ്മൂട്ടി നിധി സഹദേവ് ചിത്രം. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ തുടങ്ങേണ്ടതായിരുന്നു. എന്നാൽ മമ്മൂട്ടി 2 മാസത്തിലേറെ വിശ്രമ ജീവിതത്തിലായതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വൈകുകയായിരുന്നു. ഈ ഇടവേളയിൽ അദ്ദേഹം ഒരു തമിഴ് ചിത്രം ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മമ്മൂട്ടി നിധി സഹദേവ് ചിത്രത്തിന്റെ വർക്കുകളിലേക്ക് അദ്ദേഹം കടക്കും. ചിത്രത്തിന്റെ ലൊക്കേഷൻ ഹണ്ടുകളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. അടുത്തതായി പ്രീ പ്രൊഡക്ഷൻ വർക്കുകളാണ്. അതും ഇപ്പോൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് നാരായണൻ മമ്മൂട്ടി ചിത്രം കഴിഞ്ഞാലുടൻ മമ്മൂട്ടി ജോയിൻ ചെയ്യുക നിധി സഹദേവ് ചിത്രത്തിലായിരിക്കും. മമ്മൂട്ടിയുടെ മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രം കൂടിയാണിത്. അടുത്തതായി ചാവേർ എന്ന ചിത്രത്തിന് ശേഷം സംവിധായകൻ ടിനു പാപ്പച്ചൻ മമ്മൂട്ടിയുമായി കൈകോർക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രചരണമാണ് ഈ ചിത്രത്തെ പറ്റി നടക്കുന്നത്. മമ്മൂട്ടിയും ടിനു പാപ്പച്ചനും ഒന്നിക്കുമ്പോൾ മികച്ച ഒരു കൊമേഴ്ഷ്യൽ ചിത്രം മലയാള സിനിമാ പ്രേക്ഷകർക്ക് ലഭിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. ഉടനെ തന്നെ ഇതിന് ചിത്രത്തിന്റെ അപ്ഡേറ്റുകളും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഖാലിദ് റഹ്മാൻ ചിത്രത്തിന് ശേഷമാകും ടിനു പാപ്പച്ചൻ മമ്മൂട്ടി ചിത്രം സംഭവിക്കുക. അടുത്തതായി ഒരു ബിഗ് അപ്ഡേറ്റ് ആണ്. മലയാള സിനിമാ പ്രേക്ഷകരെ ഒന്നാകെ ആകാംക്ഷയുടെ കൊടുമുടിയിലെത്തിക്കും. എന്തെന്നാൽ മമ്മൂട്ടി വീണ്ടും ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയുമായി എത്തുന്നു. ഒരു ചരിത്ര നായകനാകാൻ മമ്മൂട്ടിയെ കഴിച്ചല്ലാതെ മറ്റൊരു നായകൻ മലയാള സിനിമയിലില്ല. മമ്മൂട്ടി എത്തുന്നത് ഹരിഹരന്റെ സംവിധാനത്തിലാണ്. ഇരുവരും അവസാനമായി ഒന്നിച്ചത് പഴശ്ശിരാജ എന്ന ചിത്രത്തിലാണ്. മികച്ച സിനിമയായി മലയാള സിനിമയുടെ ഗതിയെ തന്നെ നിർണയിച്ച ചിത്രമായിരുന്നു പഴശ്ശിരാജ. അതിനുശേഷം ഇരുവരും ഒരു ഹിസ്റ്റോറിക്കൽ മൂവിയായി വരുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷയിൽ തന്നെയാണ്. കൂടെ ദുൽഖർ സൽമാനും ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന വാർത്തയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഈ ചിത്രത്തിന്റെ അപ്ഡേറ്റും ഉടനെ തന്നെ പുറത്തുവിടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കാവ്യ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. മമ്മൂട്ടി മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നാലുടൻ ഈ ചിത്രങ്ങളുടെ അപ്ഡേറ്റുകൾ പുറത്തു വരും. അടുത്ത വർഷമാകും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്ന വിവരങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ചിത്രങ്ങൾക്ക് അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. ഇപ്പോൾ ഒഫീഷ്യലായി പ്രഖ്യാപിച്ചത് മമ്മൂട്ടിയും നിധി സഹദേവുമുള്ള ചിത്രമാണ്. ഒപ്പം മഹേഷ് നാരായണൻ ചിത്രവും. അടുത്തത് റിലീസിനെത്തുന്നത് കളങ്കാവൽ എന്ന ചിത്രവുമാണ്.